ഫോണിലേക്ക് അനാവശ്യമായി വരുന്ന കോളുകളെയും സന്ദേശങ്ങളെയും കൊണ്ട് വലയുന്നവർക്ക് ഇതാ ഒരു ആശ്വാസ വാർത്ത. നോക്കാം വിശദമായി. സ്പാം കോളുകളെയും സന്ദേശങ്ങളെയും നിയന്ത്രിക്കാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ വാണിജ്യ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഫോൺ കോളുകൾക്കും സന്ദേശങ്ങൾക്കുമാണ് തടയിടുക. ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങളുടെ കരട് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയതായാണ് റിപ്പോർട്ടുകൾ. ഫെബ്രുവരിയിൽ ഉപഭോക്തൃ മന്ത്രാലയം രൂപം നൽകിയ സബ് കമ്മിറ്റിയാണ് കരട് മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. മെയ് 10 ഉപഭോക്തൃ കാര്യ മന്ത്രാലയം രൂപീകരിച്ച കമ്മിറ്റി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. ടെലികോം വകുപ്പ്, ട്രായ് സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, BSNL, വോഡഫോൺ, റിലയൻസ്, എയർടെൽ എന്നിവരുടെ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു. വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപഭോക്താക്കൾക്ക് എത്തുന്ന കോളുകളുടെ ഉപയോഗം ആവശ്യവും അനാവശ്യവുമായവ വേർതിരിക്കുവാനും നിയമലംഘനം നടത്താത്തവയാണെന്ന് ഉറപ്പുവരുത്താനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇതിൽ ഉൾപ്പെട്ടു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കമ്മിറ്റിയിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാകും ഗൈഡ് ലൈൻസ് ഫോർ അൺസോളിനേറ്റഡ് ആൻഡ് അൺവാണ്ടഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ 2024 അന്തിമ രൂപം അവതരിപ്പിക്കുക. കമ്മിറ്റിയിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാകും ഗൈഡ് ലൈൻസ് ഫോർ അൺസോളിസിറ്റഡ് ആൻഡ് അൺവാണ്ടഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ 2024 അന്തിമ രൂപം അവതരിപ്പിക്കുക. സ്പാം കോളുകൾ തടയുന്നതിനായി ട്രായയും ടെലികോം വകുപ്പും നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവയ്ക്കൊന്നും ഇതുവരെ കാര്യമായി ബലം കാണാനായിട്ടില്ല എന്നാണ് നിരീക്ഷണം. ഈ വർഷം ആദ്യം ഫോൺ വിളിക്കുന്ന എല്ലാവരുടെയും പേരുകൾ ഫോണിൽ പ്രദർശിപ്പിക്കണം എന്ന നിർദ്ദേശം ടെലികോം കമ്പനികൾക്ക് ട്രായ് നൽകിയിരുന്നു. സ്മാർട്ട് ഫോൺ കമ്പനികൾക്കും സമാന നിർദ്ദേശം നൽകിയിരുന്നു. ഇതുകൂടാതെ 2018 ടെലികോം കൊമേഴ്ഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് കസ്റ്റമർ പ്രിഫറൻസ് റെഗുലേഷൻസിന് കീഴിൽ ഒരു ഡിജിറ്റൽ കൺസെന്റ് അക്വിസിഷൻ സംവിധാനം അവതരിപ്പിക്കാനും ട്രായ് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.